നമസ്കാരം, വിജയാണ്. എന്തായാലും നിലവില് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി അല്ലെങ്കിൽ ഹോം ഡെലിവറി എല്ലാം ഒരു വിവാദത്തിലായിരിക്കുകയാണ്. എന്തു തന്നെയായാലും ആരോഗ്യകരമായ ഒരു ഗർഭകാലം, ആനന്ദകരമായ ഒരു ഗർഭകാലം എന്ന് പറയുന്നത് വ്യക്തിയാധിഷ്ഠിതമാണ്. ആ ഒരു വ്യക്തി, ഗർഭിണിയായ ഒരു വ്യക്തി, അവരുടെ കുടുംബം എല്ലാം നല്ല ഒരു ആരോഗ്യ ഭക്ഷണ ജീവിത രീതി പുലർത്തിക്കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ആനന്ദകരമായ ഒരു ഗർഭകാലവും ആരോഗ്യത്തോടെയുള്ള ഒരു തലമുറയും ഉണ്ടായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. നമ്മൾ ഒരു സമയത്ത് പ്രചരിപ്പിച്ച ആശയവും അത് തന്നെയായിരുന്നു. ആരോഗ്യകരമായ ഒരു പുതിയ തലമുറയ്ക്ക് അല്ലെ ആരോഗ്യമുള്ള ഒരു പുതിയ തലമുറ ഇവിടെ ജനിച്ചു വീഴണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ഗർഭകാലത്തിൽ നല്ല ആരോഗ്യകരമായ ഒരു ഭക്ഷണ ജീവിത ശൈലി അവർ പിന്തുടരേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരു സമയത്ത് ഒരുപാട് പേർക്ക് നമ്മൾ ഈ കുട്ടികൾ ഉണ്ടാകാതിരുന്ന ആളുകൾക്ക് നമ്മളൊരു ഭക്ഷണ ജീവിതക്രമം പറഞ്ഞു കൊടുത്തു. അതിലൊരിക്കലും ഒരു മെഡിക്കൽ ഇന്റർവെൻഷനും ഇല്ല, ഒരു തരത്തിലുള്ള ശാഖയിലേയും ഇല്ല. മനുഷ്യന്റെ ശരീരം നിർമ്മിതിയിൽ തന്നെ തകരാറുകൾ പരിഹരിക്കുന്ന രീതിയിലായതുകൊണ്ട് തന്നെ തകരാറുകളെ പരിഹരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്, അതായത് ഇപ്പൊ എല്ലാവരും ഒരു ഫാസ്റ്റിംഗ് ചെയ്യുന്ന ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ 9 മണിക്കൂർ 12 മണിക്കൂർ നമ്മൾ ദഹനത്തിനെ ഒഴിവാക്കി ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരിക്കുന്നു. ആ രീതിയിലേക്കൊക്കെ ഇപ്പൊ ആളുകൾ വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ആ സമയത്തും അപ്ലൈ ചെയ്തിരുന്നത്. അതായത് വളരെ പെട്ടെന്ന് ശരീരത്തിൽ ദഹിച്ചു മാറുന്ന പഴങ്ങളെയും പച്ചക്കറികളെയും അതുപോലെ തന്നെ കരിക്കും വെള്ളവും എല്ലാം കഴിച്ചുകൊണ്ട് ശരീരത്തിന് തകരാറുകളെ പരിഹരിക്കാനുള്ള ഒരു സമയം കൊടുത്ത് അവരുടെ തകരാറുകളെ സ്വയം പരിഹരിച്ച് ശരീരം ഒരു ഗർഭകാലത്തിനോ അല്ലെങ്കിൽ അവരുടെ തകരാറുകൾ എന്തായിരുന്നോ അതിനെ പരിഹരിച്ചുകൊണ്ട് ഒരു ഗർഭകാലത്തിനോ തയ്യാറാവുന്നു. സത്യത്തില് ഇത് യാതൊരു പ്രാകൃത രീതിയുമല്ല, ഇതൊരു സ്വാഭാവിക രീതിയാണ്. ഈ പ്രാകൃത രീതി എന്ന് പറയുമ്പോഴത്തേക്കിന് അതിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ വരണം. അതൊന്നുമില്ല. മനുഷ്യന് കിട്ടേണ്ടതെല്ലാം ഈ പറയുന്ന പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും കരിക്കും വെള്ളത്തിൽ നിന്നും എല്ലാം കിട്ടിക്കൊണ്ട് ഒരു റോ ഫുഡ് ഡയറ്റ് ഇവര് ചെയ്യുന്നു. അതോടുകൂടി ഇവരുടെ തകരാറുകൾ പരിഹരിക്കപ്പെട്ടിട്ട് നമ്മുടെ അടുത്ത് ഒക്കെ അന്ന് സംസാരിച്ചിട്ടുള്ളതിലെ ഒരു നല്ലൊരു ശതമാനം, ഒരു 80% ആളുകൾക്കും അന്ന് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അത് 45 വയസ്സുള്ളവർക്കും 41 വയസ്സുള്ളവർക്കും എല്ലാം അത് പ്രായോഗികമായി വന്നു എന്നുള്ളതാണ് സത്യം. അതൊരു മതവിശ്വാസമോ അല്ലെങ്കിൽ അതൊരു എന്താ പറയാ എന്തെങ്കിലും ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല. ഇപ്പം വിവാദമായിരിക്കുന്ന ഹോം ബർത്തിലായാലും അത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുമ്പോൾ അതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതായി മാറുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക ചികിത്സാ രീതിയുടെ ഭാഗമായിട്ട് വരുന്നു. എന്തു തന്നെ ആയാലും ലീഗലി ഇന്ത്യയിൽ ഹോം ബർത്ത് ബാൻ ചെയ്യാത്തിടത്തോളം കാലം ഒരു പക്ഷെ ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആളുകൾ മുതിരാൻ സാധ്യതയുമുണ്ട്. അപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ആകാതെ, അതായത് ഒരു പ്രസവമായി പോകാതെ വരുന്നതിനകത്ത് വലിയ ആശങ്കയുള്ള ഒരു വിഭാഗം ആളുകളും ചിലപ്പോൾ ഈ വഴിയിലേക്ക് പോയെന്നിരിക്കാം. ഇപ്പൊ നമ്മൾ ഗർഭകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ പോയി ആശുപത്രിയിൽ പോകുന്നു, കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കാണുന്നു, നമ്മൾ സ്കാൻ ചെയ്യുന്നു, എല്ലാം ചെയ്തു കഴിഞ്ഞു. അവസാന നിമിഷം അത് ഒരു സിസേറിയനിലേക്ക് പോകുമ്പോൾ എന്നാ പിന്നെ ഇത് ചിലപ്പോൾ വീട്ടിൽ നടന്നാൽ ഒഴിവായേക്കാം എന്നുള്ള ധാരണയിൽ പോകുന്നവരുമുണ്ട്. നമ്മൾ എന്താണ് സമൂഹം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ വ്യക്തികൾ എന്നുള്ള നിലയിൽ നമുക്കൊരു സമൂഹത്തോട് പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മളും ഒക്കെ പ്രചരിപ്പിച്ച പല ആശയങ്ങളിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു നല്ല ഭക്ഷണ ജീവിത രീതി തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ കാണുന്നു, ഒരു കേരളത്തിലെ ഒട്ടുമിക്ക ഗൈനക്കോളജിസ്റ്റുകളും, ഇപ്പൊ ഗൈനക്കോളജിസ്റ്റുകൾ എന്നല്ല, ഇന്ന് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും വളരെയേറെ ഭക്ഷണത്തിനും അല്ലെങ്കിൽ എക്സർസൈസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പൊ ഭക്ഷണം ഇതിന്റെ ഒരു പാർട്ടല്ല എന്ന് നിങ്ങളോട് ഒരു ഗൈനക്കോളജിസ്റ്റും ഒരിക്കലും പറയില്ല. പിന്നെ അതിന് സമ്മതമില്ലാത്തത് നമ്മൾക്കാണ്. അതായത് ഇപ്പൊ ഒരു ഗർഭിണിയായ ഒരു കുട്ടി ഒരു ഡോക്ടറെ കാണുന്നു, ഡോക്ടർ ചിലപ്പം ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറൊരു ഡോക്ടറെ നോക്കിപ്പോകും. അപ്പൊ ഡോക്ടർ കുറച്ചൊരു മൈൽഡ് റെസ്ട്രിക്ഷൻസേ പറയാറുള്ളൂ, അല്ലെ നിങ്ങൾ അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട അല്ലെ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറെ ആളുകൾ ഇപ്പൊ ലാസ്റ്റ് മൊമെന്റിലോട്ടൊക്കെ വരുമ്പം ഡയബറ്റിക് ആകുന്നു, പ്രഷർ വരുന്നു, അല്ലെങ്കിൽ കുട്ടി തിരിഞ്ഞു വരാതിരിക്കുന്നു, ഫ്ലൂയിഡ് കുറവ് വരുന്നു, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇപ്പൊ ഇന്ന് ഈ പറയുന്ന പ്രഗ്നൻസി കാലയളവിൽ വരികയാണ്. ഇപ്പൊ എത്ര നമ്മൾ സാധ്യതകളും സാഹചര്യങ്ങളും എല്ലാം വിജയിക്കുമ്പോഴും ഇവിടെ ഒരു റിസ്ക് അപ്പോഴും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതിൽ കൃത്യമായി വളരെ ഒന്നും കൂടുതൽ ആലോചിക്കാതെ നമുക്ക് എന്ത് പറയാം, ഒരു ഭക്ഷണ ജീവിത രീതി പുലർത്താത്തതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും കൂടെയാണത്. അപ്പോൾ ഗർഭധാരണം എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഉള്ളിലൊരു കുട്ടി വളരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്.
നമ്മളുടെ ഭക്ഷണ ജീവിത രീതി വളരെ വളരെ പ്രധാനമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മരുന്നായി തന്നെ മാറണം. നമ്മൾ അയൺ ആയാലും കാൽസ്യം ആയാലും നമ്മൾ അത് എടുക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ എടുക്കട്ടെ, അതല്ലാത്തവരായാലും ഭക്ഷണത്തിലൂടെ തെരഞ്ഞു പിടിച്ച് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ജീവിതക്രമം നയിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മളിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയോ ഒന്നും നമുക്ക് പ്രസവമാകാതെ പോയതിൽ കുറ്റം പറയേണ്ട കാര്യമില്ല. കാര്യം അത് വ്യക്തമായി അത് നമ്മളുടെ ഒരു പ്രാഥമിക കടമയാണ് നമ്മൾ നല്ല ഭക്ഷണ ജീവിത രീതി പുലർത്തുക എന്നുള്ളത്. അപ്പൊ എന്താണ് ഒരു നല്ല ഭക്ഷണ ജീവിത രീതി? സ്വാഭാവികമായും ഗർഭകാലം എന്ന് പറയുന്ന നമുക്ക് ഇരട്ടി ഭക്ഷണം കഴിക്കുക, 4 ആൾക്കുള്ള ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമ്മൾ മുൻ തലമുറയൊക്കെ എടുത്തു നോക്കിയാൽ വളരെ ആരോഗ്യമുള്ളവർ പോലും ഈ പറയുന്നത് പോലെ നല്ല രീതിയിൽ ഒരു 3 നേരം വേറെ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുള്ളവരായിരിക്കില്ല. നമ്മളുടെ ഭക്ഷണം എപ്പോഴും മിതമായിരിക്കണം, എന്നാൽ ഗുണമുള്ളതായിരിക്കണം. അങ്ങനെ മിതമായതും ഗുണമുള്ളതുമായ ഒരു ഭക്ഷണ ജീവിത രീതി നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കൊണ്ടുപോയാൽ നിങ്ങൾ ഈ പറയുന്ന ഗർഭകാലം ആനന്ദകരമാണ്. നിങ്ങളുടെ പ്രസവം എന്ന് പറയുന്നത് പ്രസവത്തിൻ്റെതായ ചെറിയ ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ വളരെ സന്തോഷമുള്ള, നിങ്ങൾക്ക് പിന്നീട് ഒരു പോസ്റ്റ് ഡെലിവറി ബുദ്ധിമുട്ടുകളൊന്നും വരാത്ത രീതിയിൽ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ 3 മാസങ്ങളിലൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ ഭക്ഷണത്തിന് രുചിയും ഛർദിലും ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ നമ്മൾ ലിക്വിഡ് ഫോമിൽ, പിന്നെ ജ്യൂസസിനെ അല്ല ഞാൻ പറയുന്നത്, നമ്മുടെ കരിക്കും വെള്ളവും പിന്നെ ഈ പറയുന്ന പോലെ ഓറഞ്ച് പോലുള്ള കാര്യങ്ങളും, നമുക്ക് ദാഹമാണ് കൂടുതൽ തോന്നുന്നതെങ്കിൽ അത് കഴിക്കുക. എപ്പോഴും പഴങ്ങളും പച്ചക്കറികളും, ഈ ഉണക്കലരിയുടെ ചോറ് ആയിരിക്കും ആ സമയത്ത് ദഹിക്കാൻ എളുപ്പം എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ഒരു പുഴുക്കൻ്റെ ഇതൊക്കെയുള്ള ചോറ് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവിയലും സാലഡും നെല്ലിക്ക ചമ്മന്തിയും എല്ലാം വെച്ച് നമ്മൾ ചോറും ഉണ്ട്. ഒരു 6 മണി 7 മണിയോടുകൂടി വൈകിട്ട് നമുക്ക് വേവിച്ച ഭക്ഷണങ്ങൾ വേണം എന്നുള്ളവരാണെങ്കിൽ ഈ പറയുന്ന പോലെ പൊടിയരി കഞ്ഞിയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ സാലഡോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ മതിയാകും നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് തന്നെ ഒരു വ്യക്തിക്ക് എന്താണ് അയാൾക്ക് ശരീരത്തിന് അനുയോജ്യമായ ഒരു ഭക്ഷണ രീതി എന്ന് ഒരാൾ പുറത്തുനിന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അവർക്ക് തന്നെ അത് അനുഭവിക്കാൻ പറ്റും. എനിക്ക് എന്ത് പറ്റും, എനിക്ക് എന്ത് പറ്റില്ല എന്നുള്ളത്. അപ്പൊ ആ തരത്തിലേക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഗർഭകാലത്തിന്റെ ഒരു 3 മാസം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ യോജിച്ചതും യോജിക്കാത്തതും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാവും. അതിനനുസരിച്ച് തന്നെ നിങ്ങൾ കൃത്യമായി ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് കൂടെ ഒപ്പീനിയൻ ചോദിച്ചുകൊണ്ട് ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കിയും ഉൾക്കൊള്ളേണ്ടതിന്റെ ഉൾക്കൊണ്ടും പോയി കഴിഞ്ഞാൽ ഒരു ആരോഗ്യകരമായ ആനന്ദകരമായ ഒരു ഗർഭകാലം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. അപ്പൊ നമ്മൾ ഈ പറയുന്നത് പോലെ ഹോം ബർത്ത് ലീഗലി നിരോധിച്ചിട്ടില്ല. അപ്പൊ അതിന് ടെൻഡൻസി ഇനിയും ഉണ്ടാവും, ഒരുപക്ഷെ ഇനി കുറയും. കാര്യം ഇതിപ്പോ ലീഗലി അവർ റിമാൻഡിലും ഇപ്പൊ ഹോം ബർത്ത് നടത്തിയവരും സഹായികളും ഒക്കെ അറസ്റ്റിലായതുകൊണ്ട് ചിലപ്പോൾ ഇനി അതിനൊരു ഭയം ഉണ്ടായെന്നിരിക്കും. എന്നിരുന്നാൽ തന്നെയും നിങ്ങളുടെ പ്രസവം വീട്ടിലോ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ആയിക്കൊള്ളട്ടെ, പക്ഷെ ആരോഗ്യകരമായി അതിനെ നയിച്ചു കൊണ്ടുപോകുവാനും അതുപോലെ നിങ്ങൾക്ക് പ്രസവശേഷം കുട്ടിക്ക് ഫീഡ് ചെയ്യുന്ന രീതിയിൽ നല്ല പാലുണ്ടാവുക, നിങ്ങളുടെ ബ്ലീഡിങ് വളരെ നോർമൽ ആകുക, അത് കഴിഞ്ഞുള്ള നടുവേദനയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കുക എങ്കിൽ അങ്ങനെയൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ ഗുണമേന്മയുള്ള ഒരു ഭക്ഷണ ജീവിത രീതിയിലേക്ക് നിങ്ങൾ പോകുക. വരും ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഒരു നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഈ പറയുന്നത് പോലെ ഒരു ഭക്ഷണ ജീവിത രീതി ഇതുവഴി പറഞ്ഞു തരാം. കൃത്യമായ ഒരു ആശയം നിങ്ങളിലേക്ക് എത്തിച്ചു തരാം. പക്ഷെ അപ്പോഴും ഞാൻ പറയട്ടെ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും കേരളത്തിലെ ഒരു ഗൈനക്കോളജിസ്റ്റുകളുമായിട്ടും നമുക്ക് യാതൊരു തർക്കങ്ങളുമില്ല. എന്നോട് വളരെ സ്നേഹത്തോടെയും വളരെ അറിവുകൾ കിട്ടുന്ന രീതിയിലും സംവദിച്ചിട്ടുള്ള ഒത്തിരി ഗൈനക്കോളജിസ്റ്റുകൾ ഉണ്ട് കേരളത്തിൽ. മാത്രമല്ല അവരെല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഭക്ഷണ ജീവിതക്രമം ഇതിൻ്റെ വളരെ പ്രധാനമാണെന്നുള്ളത്. മാത്രമല്ല ഞാൻ ഡയറ്റ് കൊടുത്തവർ ആശുപത്രിയിൽ പ്രസവിക്കുന്ന സമയത്ത് ആ ലേബർ കോട്ടിലേക്ക് കൊണ്ടുപോകുന്നവിടം വരെ അവരുടെ കൂടെ നിൽക്കാനും അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്ന വലിയ ഹോസ്പിറ്റലുകൾ എനിക്ക് ഉണ്ട്. അതിൽ ഡോക്ടേഴ്സും എന്നോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നത് പോലെ ഒരു ആരോഗ്യകരമായ ഒരു ഗർഭകാലം അല്ലെങ്കിൽ റിസ്ക് ഫ്രീ പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്. അത്തരത്തിലേക്ക് ചിന്തിച്ചുകൊണ്ട് പോകുക. ഇനി വരും ദിവസങ്ങളിൽ കൃത്യമായ ഒരു അവലോകനം അതിനെപ്പറ്റി നടത്തി നല്ലൊരു ഭക്ഷണ ജീവിതക്രമം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം.